ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിദേശത്തുള്ള എംബസികൾ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായിട്ടാണ് സൗദി മാധ്യമമായ അൽ ഹയാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന് മേലുള്ള ഇറാൻ ഭീഷണിയുടെ തോത് വളരെ ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ. ഈ മുന്നറിയിപ്പിൻ്റെ ഫലമായി യൂറോപ്പ്, ഫാർ ഈസ്റ്റ്, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ എംബസികളിലെ ഇസ്രായേൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥരോടും മുതിർന്ന എല്ലാ ജീവനക്കാരോടും എത്രയും വേഗം ഇസ്രായേലിലേക്ക് മടങ്ങാൻ വേണ്ടി ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് യുദ്ധം ഏതാണ്ട് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. 2025 ജൂൺ 13 ഇസ്രായേൽ ഇതുപോലെ ലോകത്തെമ്പാടുമുള്ള തങ്ങളുടെ എംബസികൾ അടയ്ക്കുകയും ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കുകയും ചെയ്തതിന് ശേഷമാണ് അന്ന് യുദ്ധം ആരംഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ നടത്തുന്ന ഏതൊരു ആക്രമണവും ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ തെറ്റായിരിക്കുമെന്നാണ് നെതന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ഭയന്നിട്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലും വലിയ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാന് നൽകിയത്. എന്നിട്ട് അവസാനം ഇസ്രായേലിന് മേലുള്ള ഇറാന്റെ ആക്രമണം സഹിക്കവയ്യാതെ പെട്ടെന്ന് അവർ യുദ്ധം അവസാനിപ്പിച്ച് പിന്തിരിയുകയാണ് ഉണ്ടായത്. ഇറാൻ അതിഭീകരമായിട്ടാണ് അന്ന് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇറാന് കുറേ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണെന്ന് ഓർക്കണം. ഇസ്രായേലിൽ ഉണ്ടാകുന്ന നഷ്ടം ഇറാൻ ഉണ്ടാകുന്നതിനേക്കാൾ വലുതാവും. ഇസ്രായേലിൽ ഒരാൾ മരിച്ചാൽ ഇറാനിൽ 10 പേർ മരിക്കുന്നതിനേക്കാൾ അതിഭീകരമായിരിക്കും ഇസ്രായേലിൻ്റെ അവസ്ഥ. കാരണം ഇസ്രായേലിൽ ജനസംഖ്യ വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏതൊരു നഷ്ടവും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തിത് പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ US എംബസി ഇതിനകം തന്നെ അവരെ അതുകൊണ്ട് ഒഴിപ്പിച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അവിടെയൊന്നും ആരുമില്ല. അതുതന്നെയല്ല, മിഡിൽ ഈസ്റ്റിലെ പല അമേരിക്കൻ എംബസികളിൽ നിന്നും കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അതായത് യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും അമേരിക്ക ഒരുക്കിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന് അമേരിക്കയും തീരുമാനിച്ചിട്ടുണ്ട്, ഇറാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ യുദ്ധമുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന സൂചനകളാണ് മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തു നിന്നും ഉണ്ടാകുന്നത്. എല്ലായിടത്തും ഭയം വളരെയധികം വെള്ളിച്ച് നിൽക്കുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു വിട്ടുവീഴ്ചയോ അമേരിക്കയുമായി ഒരു കരാറിന് സമ്മതിക്കാനോ സാധ്യതയില്ലാത്തതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിപ്പം യുദ്ധം അനിവാര്യമായ ഒരു കാര്യമാണ്. അവരുടെ അഭിമാനം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു യുദ്ധമെങ്കിലും നടത്തി തിരികെ പോകേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ എത്ര സുരക്ഷിതമാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ട്രംപിന് ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധം ഇപ്പോൾ ആരംഭിക്കാത്തതും ഇതിങ്ങനെ നീണ്ടുപോകുന്നതും കേട്ടോ. അമേരിക്കയല്ല, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളെയല്ല ഇസ്രായേലിനെ ആയിരിക്കും ഞങ്ങൾ ആദ്യം ആക്രമിക്കുക എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാണ്. അവർ ടാർഗറ്റ് ചെയ്യുക ഇസ്രായേലിനെ മാത്രമായിരിക്കും. കാരണം ഇസ്രായേലിനെ അടിച്ചൊതുക്കിയെങ്കിൽ മാത്രമേ അമേരിക്ക തളരൂ എന്ന് ഇറാന് നന്നായിട്ടറിയാം. അതിനിടയിൽ ഈ ട്രംപ് ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. കാരണം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട, ഇറാനിലെ ഭരണം മാറിയാൽ മതിയെന്ന്. ഇപ്പോൾ ഇറാൻ പറയാണ് അമേരിക്കയിൽ ട്രംപ് മാറിയാൽ മതി, ഞങ്ങൾ അമേരിക്കയായിട്ട് യുദ്ധത്തിനില്ല എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. അതിപ്പോൾ അവരുടെ രാജ്യങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആര് അവിടെ ഒരു നാട് ഭരിക്കണം എന്നുള്ള. അത് അമേരിക്ക ഇരുന്ന് ട്രംപ് അല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് ഭരണമാറ്റം ഉണ്ടാക്കുക, അതാണ് നല്ലത്. അല്ലാതെ ട്രംപ് ലോകം മുഴുവൻ ഭരിക്കുന്ന പോലീസാണെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഇന്ന് പഴയ പോലൊന്നുമല്ല. ഇന്നാരും വകവയ്ക്കൊന്നുമില്ല. അപ്പം ഇറാനെ ഭയപ്പെടുത്താൻ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോൾഡ് ഇന്നലെ ഇസ്രായേൽ തീരത്ത് എത്തിയിട്ടുണ്ട്. ഹൈഫയിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഹൈഫ എന്ന് പറഞ്ഞാൽ ഹൂത്തികൾക്ക് ആക്രമിക്കാൻ എളുപ്പമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം പല പ്രാവശ്യം ഒരു ഹൈഫ ആക്രമിച്ചിട്ടുണ്ട്. കാര്യം 12,000 കിലോമീറ്റർ ഉണ്ട് യമനിൽ നിന്നും. പക്ഷേ പലതവണ ഹൈഫ ഈ ഹൂത്തികൾ ആക്രമിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതാണ് അവരുടെ ഈ ഷിപ്പ്യാർഡിനൊക്കെ. അപ്പം ഈ അമേരിക്കൻ യുദ്ധക്കപ്പൽ അവിടെ കൊണ്ടിട്ട് അതിനകത്ത് കുറേ വിമാനം അടുക്കി വെച്ച് കുറേ പട്ടാളക്കാരെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് യമനികൾ അടിച്ച് തൂഫാനാക്കി കളയും. ഇത്തവണ ഈ ഹൂത്തികളുടെ ആക്രമണമൊക്കെ ഭയന്നുകൊണ്ട് ഈ ചെങ്കടൽ കഴിവ് ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഈ ഹൈഫയിലും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലൊക്കെയാണ് ഇവരിങ്ങനെ കപ്പലുകൾ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഇനി അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധമോ കരാറോ എന്നുള്ളത് ഈ വ്യാഴാഴ്ച തീരുമാനിക്കും എന്നാണ് ട്രംപിൻ്റെ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുവരെ നമുക്ക് വ്യാഴാഴ്ചയ്ക്കായി കാത്തിരിക്കാം. ചിലപ്പോൾ നാളെ കഴിഞ്ഞ് തന്നെ യുദ്ധം ആരംഭിച്ചേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളാവും അടുത്ത ദിവസങ്ങൾ നടത്തുക. എന്നാൽ അമേരിക്കൻ യുദ്ധഭീഷണി വർദ്ധിച്ചതോടെ തോളിൽ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന നൂതന മിസൈലുകൾക്കായി ഇറാൻ റഷ്യയുമായി 500 മില്യൺ യൂറോയുടെ ഒരു ആയുധ കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് ഈ മിസൈലുകളൊക്കെ എത്തും എന്നാണ് പറയുന്നതെങ്കിലും അഥവാ ഇനി അമേരിക്കയുമായി ഒരു യുദ്ധം ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ റഷ്യ ഇറാനിൽ എത്തിക്കും എന്നൊരു കരാറും ഇതിനോടൊപ്പമുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഇത് റഷ്യയും ഇറാനും ചൈനയും എല്ലാം കൂടെ ഒത്തിട്ടുള്ള ഒരു കളി തന്നെയാണ്. അമേരിക്കയുമായി ഒരു യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ഈ തിളപ്പ് ഒന്ന് അവസാനിപ്പിച്ച് കൊടുക്കേണ്ടത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ലോകത്തിൻ്റെ മുന്നിൽ ട്രംപ് വല്ലാതെ കയറി കളിക്കുന്നുണ്ട്. കാരണം പ്രദർശനം. സത്യത്തിൽ ട്രംപ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ട്രംപ് യുദ്ധം ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ്. അയാൾ ഒരുതരം ഈ ചാനൽ പോയിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ് ഇതാകുകയാണ്. ഞങ്ങൾ രണ്ട് വലിയ സംഭവമാണ് എന്നുള്ള മറ്റുള്ളവരെയൊക്കെ ധരിപ്പിക്കാൻ വേണ്ടി ചെറിയ രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തും. പക്ഷെ അതുപോലെയല്ലല്ലോ വലിയ വലിയ രാഷ്ട്രങ്ങൾ. അവരോട് ഈ നമ്പരൊന്നും ചിലവാകില്ല. അവർക്കും അമേരിക്കയ്ക്ക് അറിയാവുന്ന അതേ തന്ത്രങ്ങൾ ഈ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ചൈനയോടോ അതല്ലെങ്കിൽ റഷ്യയോടൊന്നും ഈ ട്രംപിൻ്റെ തന്ത്രം ചിലവാകാതെ പോകുന്നത്. ഇന്ത്യയിൽ കുറേയൊക്കെ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇറാനിൽ ഇറക്കാൻ നോക്കുന്നതാണ് ഈ തോൽവി. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ 90 തൊട്ട് അവർ ഉപരോധത്തിൽ കിടക്കുന്ന രാജ്യമാണ്. ഇനി അവരെ എന്നാ ചെയ്യാനാണ്? അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് യുദ്ധം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുന്നത്. കാരണം അവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എത്രയധികം ഉപരോധത്തിൽ കഴിയുന്നോ അത്രയധികം ഇറാൻ വളർച്ച ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വന്തമായിട്ട് വിമാനങ്ങൾ ഉണ്ടാക്കുന്നു, മിസൈലുകൾ ഉണ്ടാക്കുന്നു, അണുബോംബ് വരെ ഉണ്ടാക്കുന്നു. പിന്നെ അവരെങ്ങനെ തോൽപ്പിക്കുന്നത്? അവർക്കതിനുള്ള പ്രകൃതി സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്, എണ്ണയുണ്ട്. ഇതവർ ബ്ലാക്കിലൂടെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നു, അത് വെച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അമേരിക്കയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് മറ്റേത് രാഷ്ട്രമായെങ്കിലും അമേരിക്ക ഇപ്പോൾ കയറി പണ്ടേ അടിച്ച് അമേരിക്കയുടെ അഭിമാനം സംരക്ഷിച്ചതന്നെ. ഇപ്പോൾ ഇറാനായിട്ട് മാത്രം ഭയന്നിട്ട് പിന്നോട്ട് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ അറിയണം. ഇറാൻ തീരെ ചെറിയ മീനൊന്നുമല്ല. ഇറാനുമായിട്ട് മുട്ടിയാൽ അമേരിക്കയുടെ കളസം കയറുമെന്ന് ട്രംപിന് നന്നായിട്ടറിയാം. പിന്നെ ഇതിപ്പം ഈ വെല്ലുവിളിച്ച് പോയി ഒന്നും മേലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇയാളിപ്പോൾ ഈ കപ്പലെല്ലാം കൊണ്ട് വെടിവെച്ച് കൊണ്ടിട്ടിരിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് അടച്ചാൽ തീരുന്ന തന്തയുള്ളൂ ഇവരുടെയൊക്കെ ഈ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. ഇറാൻ അവരുടെ അടുത്തുള്ള ഹോർമസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഏഷ്യയിലോട്ടുള്ള സകല ചരക്ക് പരിപാടി നിന്ന് പോകും, ബ്ലോക്കാവും. ഇസ്രായേൽ സഹിതം ലോക്കായി പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെങ്കടലും ഹോർമസും അടച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയൊക്കെ എവിടെ പോയിട്ട് കിടന്ന് കളിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇങ്ങനെ വലിയൊരു പ്രശ്നമുള്ള ഒരു ഏരിയയാണ് സത്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് അവരിപ്പോൾ യുദ്ധത്തിന് വേണ്ടി കാര്യമായ രീതിയിൽ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇവർ ഈ തോളിൽ വെച്ചടിക്കുന്ന ഈ മിസൈൽ ലോഞ്ചർ കഴിഞ്ഞാൽ ഇത് വെച്ച് തോളിൽ നിന്ന് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ മിസൈൽ അടിച്ചിടാൻ പറ്റും. അതായത് ഈ ക്രൂയിസ് മിസൈലുകൾ, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഡ്രോണ്, ഇതെല്ലാം ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ കഴിയുന്ന ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈലാണ് ഇതിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ഇത് തോളി വെച്ച് ചെറിയ ഈ അമ്പമില്ലും വെച്ച് ചെയ്യുന്ന പോലെ അടിച്ച് തറയിട്ട് കളയും. അപ്പോൾ ഡ്രോൺ പോലും രക്ഷയുണ്ടാവില്ല. ഡ്രോൺ വെച്ച് പറപ്പിച്ച് അതിനകത്ത് രഹസ്യങ്ങൾ ചോർത്താൻ പോലും ഇറാന് രക്ഷയില്ല. കഴിഞ്ഞ തവണ ഇസ്രായേലുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ഇറാന് കാര്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഇസ്രായേലിന് ഇറാൻ്റെ ആകാശത്ത് ഒരു മേൽക്കോയ്മ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറാനെ മുകളിൽ നിന്ന് ആക്രമിക്കാൻ ഇസ്രായേലിന് വളരെ എളുപ്പമായിരുന്നു. അതിനി നടക്കുക എന്ന് ഏതാണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇറാൻ്റെ ആകാശം പോയിട്ട് പരിസരത്ത് വന്നാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വിമാനങ്ങൾ അടിച്ചിടാൻ പറ്റുന്ന ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ നേരെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഘടിപ്പിച്ച ജെറ്റുകൾ, അതുപോലെ തന്നെ അയൺ ഡോൺ പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇറാൻ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ മേലെ ഒരു ആക്രമണം നടത്തി പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ ഈ സൈനിസ്റ്റ് ഭീകരർക്ക് കഴിയില്ല എന്ന് നമ്മൾ അറിയണം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.